ഞാനിതാ പറയുന്നു ഹബീബ് റസൂലുള്ളാഹ്. മക്കളെ, 7 കാര്യങ്ങളെ നമുക്ക് വരാനുള്ളൂ. ഫഹൽ തൻതളിറൂന ഇല്ലാ ഗിനൻ മുത്ഗിയാ. നമ്മുടെ എല്ലാ ആത്മീയ ബോധവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന, അഹങ്കാരികളും ധിക്കാരികളുമാക്കി കളയുന്ന സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും ഒരുപക്ഷെ നമുക്ക് നാളെ വരാൻ പോകുന്നത്. എത്രയെത്ര ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് 18ഉം 20ഉം വയസ്സുള്ളവർ, 25ഉം 30ഉം വയസ്സുള്ളവർ, അവരതാ പിന്നീട് വലിയ വലിയ കോടീശ്വരന്മാരാകുന്നു. ബാംഗ്ലൂരിലും ബോംബെയിലും ഗൾഫിലും UAE-യിലുമൊക്കെ പോയിട്ട് വലിയ വലിയ സമ്പന്നരായിത്തീരും. വലിയ സമ്പന്നരായിത്തീരുമ്പോൾ പലരും നേരത്തെയുള്ള ജീവിതം മറക്കും, അള്ളാഹുവിനെ മറക്കും. പിന്നൊരു ദിക്റിന്റെ മജ്‌ലിസിന് വരാൻ സമയം കിട്ടൂല, ഒരു വഅദിന് വരാൻ സമയം കിട്ടൂല, ഇതുപോലത്തെ ഒരു മജ്‌ലിസിലും അവരെ കാണൂല. അവർക്ക് സമയമില്ല. ഞാൻ ചോദിക്കുന്നു, ലക്ഷങ്ങളും കോടികളും അതിലപ്പുറവുമൊക്കെ വലിയ വലിയ വരുമാനമുള്ള കോടീശ്വരന്മാര് എവിടെയെങ്കിലും ഇതുപോലത്തെ സദസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വഅദിന്റെ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുത്തുനബിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ദിക്ർ ഹൽക്കയിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേ, അവരെ ശക്തി കൊണ്ട്, പണം കൊണ്ട്, സ്വാധീനം കൊണ്ട് ഏത് ധിക്കാരവും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട്. എത്ര ആൾ